ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിലെ കുടുംബയോഗം, എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ കുടുംബയോഗമാണ് ഇന്ന് ഇത് നടക്കുന്നത് പുന്നല ശശി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ മകളുടെ വീട് ജീനയുടെ വീട്ടിൽ വെച്ചാണ്. ഞങ്ങൾ എല്ലാവരും ഒരു 10 മണിയോടുകൂടി ആ വീട്ടിൽ എത്തുകയും അവിടെ ഇപ്പോൾ ഏറ്റവും ശശി പിന്നെ പൊന്നാട അണിയിക്കുന്ന ഭാഗമാണ് കണ്ടത്. പ്രായമുള്ളവർക്ക് പൊന്നാട. ഇനി ഒരു അച്ഛൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. 7 പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. 7 മക്കളായിരുന്നു. അതിൽ 6 ആണുങ്ങളും ഒരു സഹോദരിയുമായിരുന്നു. അതിൽ ആരുമില്ല. അപ്പം അതിലുള്ള ഒരച്ഛൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്കും പൊന്നാട അണിയിച്ചു. ഇത് ഞങ്ങൾ എല്ലാ വർഷവും 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്നാണ് ഇത് നടത്തുന്നത്. കാര്യം അന്ന് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും വന്ന് പങ്കെടുക്കാനും കുട്ടികൾക്കും ജോലിയുള്ളവർക്കും എല്ലാം ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഞങ്ങൾ 24 വർഷമായിട്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കുടുംബ യോഗമാണ്. ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ തമ്മിൽ അറിയാതെ ഒക്കെ പോകുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലാകുമ്പം ആരും തമ്മിൽ കമ്മ്യൂണിക്കേഷനോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് വർഷത്തിലൊരു ദിവസം ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ എല്ലാവരെയും മനസ്സിലാക്കാനും കാണാനും ഒക്കെയുള്ള സന്ദർഭമാണ് ഇതിൽ കൂടുതലായിട്ടും നമ്മൾ ഒരുക്കി വെക്കുന്നത്. ഇത് ഓരോ അച്ഛന്മാരുടെയും മക്കളാണ്. അവർ തമ്മിൽ പരിചയപ്പെടുത്തുന്നത്. ചില ഭാഗങ്ങളിൽ ഇത് ശബ്ദം കേൾക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത്. ഇത് ഓരോ അച്ഛന്മാരുടെയും മക്കൾ നമ്മൾ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അവർ പേര് പറഞ്ഞ് അവരെ ഓരോരുത്തരെയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. എല്ലാവരും സന്തോഷമായിട്ട് ഈ ഒരു ദിവസം വന്ന് പങ്കെടുത്ത് ഇതിൻ്റെ അകത്ത് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് ഞങ്ങളെല്ലാം മടങ്ങിപ്പോകുന്നത്. എല്ലാ ദൂരെ ഇരിക്കുന്നവരും കുഞ്ഞുകുട്ടികളും ദൂരദേശത്തുള്ളവരും ഒക്കെ ഇതിൽ വന്ന് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ നല്ലൊരു കാര്യമായിട്ട് ഇന്നേ ഒരു ദിവസം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നത്. എല്ലാവരും കഴിവതും എല്ലാവരും ഇതിൻ്റെ അകത്ത് സഹകരിക്കാറുണ്ട്. പിന്നെ മരിച്ചു പോയവരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഒരു നിമിഷം ഞങ്ങൾ ഓർക്കാനും മറക്കാറില്ല. എല്ലാ കാര്യങ്ങളും വളരെ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടായാൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമെടുക്കാൻ സെക്രട്ടറി, പ്രസിഡൻ്റ് അങ്ങനെ ആളുകളെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളെയൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കഴിവുകളെ തിരിച്ചറിയാനും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനും എല്ലാം വളരെ കാര്യമായിട്ടും കൃത്യനിഷ്ഠയോടും ചെയ്ത് പോകാൻ വേണ്ടി പ്രത്യേകം ആളുകളും ഇതിൻ്റെ അകത്തുണ്ട്. അടുത്ത വർഷത്തെ ഇന്ന് തന്നെ തീരുമാനിക്കും അടുത്ത വർഷം ഇനി ആരൊക്കെയാണ് ഏത് വീട്ടിൽ വെച്ചാണ് ഇനി അടുത്തത് നടത്തേണ്ടതെന്ന്. അങ്ങനെ എല്ലാം തീരുമാനിച്ച് അതിന് ശേഷം ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ആണ് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. ഓക്കെ.